അടുത്തതായി നമ്മൾ പ്രാർത്ഥനയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുന്നു. രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ ഏത് വിധ മാനസികാവസ്ഥ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മാനസികാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരാശ, നിസ്സഹായത, കരച്ചിൽ, വിലാപം എന്നീ മാനസിക അവസ്ഥയോടുകൂടിയുള്ള പ്രാർത്ഥനാ രീതി. അങ്ങനെയുള്ള മാനസിക അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ പറ്റിയാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരിൽ പൊതുവായി കാണുന്ന രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്തീയതയുടെ അടിസ്ഥാനം തന്നെ പ്രത്യാശയും എന്തിലും നന്മ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവിടെ നീ പ്രതീക്ഷിക്കുന്ന, നീ വിശ്വസിക്കുന്നെങ്കിൽ നിനക്കത് ലഭിക്കും. നീ മുട്ടുന്നെങ്കിൽ തുറക്കപ്പെടും. അതിനു വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ച് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ ക്രിസ്തീയ വിശ്വാസത്തിൽ ഇതിലൊന്നിലും എനിക്ക് സംഭവിച്ചിരിക്കുന്ന ഇതെല്ലാം എൻ്റെ വിധിയാണ്, ഇതിൽ നിന്ന് എന്തെല്ലാം സംഭവിച്ചാലും യാതൊരു രക്ഷയുമില്ല എന്നുള്ള പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനാ രീതി. ശാരീരികമായോ മാനസികമായോ ആത്മീയമായോ യാതൊരു ഉണർവും ഇല്ലാത്തവർ എന്തു വന്നാലും ഇത് എൻ്റെ ഈ ജന്മം ശപിക്കപ്പെട്ട ഒരു ജന്മമാണ് എന്ന് കരുതി അങ്ങേയറ്റം മുഖപ്രസാദമില്ലാതെ, ഒന്നിലും പ്രതീക്ഷയില്ലാതെ, ഇങ്ങനെ എന്തോ എങ്ങനെയോ ജനിച്ചുപോയി, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇങ്ങനെ ജീവിച്ച് മരിക്കണം എന്നുള്ള വല്ലാത്തൊരു നിസ്സഹായതയുടെയും നിസ്സംഗതയുടെയും നിരാശയുടെയും ലോകത്ത് അകപ്പെട്ട അവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, അവരുമായി ഇടപെടുന്നവരിൽ പോലും നമുക്കറിയാം ആരിലും ഒരു ഉണർവ്, ഈ പ്രാർത്ഥിക്കുന്ന ഒരിക്കലും ഒരു ഉണർവില്ല. എന്ത് ചോദിച്ചാലും എൻ്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് വിധിയെ ശപിച്ചുകൊണ്ട്, വിധിയെ പഴിച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തിന് ഒരിക്കലും ഒരു മേന്മയോ നന്മയോ ഉണ്ടാവില്ല എന്ന് ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങാനും ആത്മീയമായ യാതൊരു പ്രത്യാശയും ഇല്ലാതെ ഒരു വട്ടത്തിൽ, ആ ഒരു സർക്കിളിൽ മാത്രം കിടന്ന് കറങ്ങി ഞാനിങ്ങനെ എൻ്റെ ജീവിതം ജീവിച്ചു തീർത്തോളാം എന്ന മാനസികാവസ്ഥയിൽ എന്നും ഒരു മരവിച്ച അവസ്ഥ, പ്രതീക്ഷയില്ല, പ്രത്യാശയില്ല, നന്മയെപ്പറ്റി സ്വപ്നം കാണുന്നില്ല, ഒരു കർമ്മം അനുഷ്ഠിച്ച് മുന്നോട്ട് പോകാനുള്ള ശേഷിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, അവരുടെ പൊതുവെ ബോഡി ലാംഗ്വേജ് കണ്ടാലറിയാം, മുഖഭാവം കണ്ടറിയാം, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിലും എല്ലായിടത്തും ഒരു പ്രത്യാശ പ്രകടിപ്പിക്കാത്ത ഒരു തലത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ കൂട്ടത്തിൽ പെടുത്തിയിരിക്കുന്നത്. അവർക്ക് ജീവിതത്തിൽ അടുത്ത അനേകം തട്ടുകളിലേക്ക് കയറാനായിട്ടുള്ള സാധ്യത കുറവാണ്. കാരണം അതിന് സ്വയം ഉത്സാഹവും നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ളവരായിരിക്കും. അവരെ കരകയറ്റി എടുക്കേണ്ടതാണ്, പക്ഷെ സ്വയം ശ്രമിക്കാതെ ആരെല്ലാം കരകയറ്റാൻ ശ്രമിച്ചാലും ആ ഒരു നിരാശയുടെ കുഴിയിൽ നിന്ന് കരകയറാൻ മനസ്സ് വരാത്ത ഒരു കൂട്ടരെയാണ് നമ്മൾ ഈ ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത്.